ജിസേലിന്റെ കളിപ്പാവയായിട്ട് ആര്യൻ ജിസേലിന് വേണ്ടിയിട്ട് മാത്രം കളിക്കുന്നു, സ്വന്തം ഗെയിം മറന്നു പോകുന്നു. മസ്താനിയെ കയറി പിടിച്ച ഒനീലിനെ വറുത്ത് കോരി ലക്ഷ്മി. സ്വന്തം കാര്യമല്ലാഞ്ഞിട്ടും വളരെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു ലക്ഷ്മി. ആദില നൂറയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച്, ആ ഒരു സമൂഹത്തിനെ മൊത്തത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ലക്ഷ്മി. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് സീസൺ 7 വളരെ ഗംഭീരമായ നാടകങ്ങൾ നടന്നിരുന്നു. കണ്ടന്റിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് മേക്കേഴ്സായി മാറിയിരിക്കുന്നു ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ്. നമ്മൾ ഇന്ന് രാവിലെ ഒരു പ്രൊമോ കണ്ടു, ലാലേട്ടൻ ലക്ഷ്മിയെ വറുത്ത് കോരുന്നത്. നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ച, എല്ലാവരും കാത്തിരുന്ന ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ്. ലാലേട്ടൻ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ലാലേട്ടന്റെ ഈ വട്ടത്തെ കോസ്റ്റ്യൂം, ഓരോ ആഴ്ചയും ലാലേട്ടൻ വരുന്ന പുതുമ സൂപ്പർ കേട്ടാ. കഴിഞ്ഞ വട്ടം കുറെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്ന ലാലേട്ടൻ ഈ വട്ടം താനി നാടൻ സൂപ്പർ സാധനം. വെറൈറ്റി ഡ്രസ്സുകൾ, വളരെ നല്ലത്. അതും കഴിഞ്ഞ ആഴ്ചത്തെ ഡ്രസ്സ് ഒരു രക്ഷയില്ല കേട്ടാ. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക, അത് പറയാൻ മറന്നുപോയി. നമ്മുടെ മമ്മൂക്കയ്ക്ക് മോഹൻലാലിന്റെ സ്നേഹം, മോഹൻലാലും മമ്മൂക്കയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം കണക്കാക്കുന്ന മമ്മൂക്കയുടെ പല സിനിമകളും കാര്യങ്ങളും എല്ലാം ആലേപനം ചെയ്ത ഒരു ഷർട്ട്, അതായിരുന്നു കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഇട്ടിരുന്നത്. ആ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് 3 പേരെയും കൊണ്ടങ്ങ് പോയി. ഈ ആഴ്ച ലാലേട്ടൻ ഒരു കറുത്ത ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അത് കാരണമുണ്ട്. പ്രത്യേകിച്ച് ഈ ആഴ്ചത്തെ എപ്പിസോഡ് അങ്ങനെയാണ് നടന്നത്. അറിയാലോ, കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ അത്ര മോശമായിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു. നമുക്ക് ലാലേട്ടന്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ലാലേട്ടൻ വന്നു, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നു, പിന്നെ ഇന്നലത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നു, പിന്നെ നേരെ വീടിനകത്തേക്ക് കയറുന്നു. ലാലേട്ടൻ വന്ന് എല്ലാവരോടും കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ടാസ്കിനെ പറ്റി ചോദിക്കുന്നു. നമ്മൾ കണ്ടതാണ് വീക്ക്ലി ടാസ്കിൽ നൂറ ചെപ്പൽസിന്റെ ഒരു വീക്ക്ലി ടാസ്ക് ആയിരുന്നു. പക്ഷെ അതിൽ നൂറ പരാജയപ്പെട്ടിരുന്നു. കാര്യം എല്ലാവർക്കും ഗെയിം മനസ്സിലായി. എന്തിനാണ് നൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടും, അതുകൊണ്ട് എല്ലാവരും അത് കണ്ടുപിടിച്ചു. അത് നന്നായിട്ട് കളിച്ചു, ഗംഭീരമായിട്ട് ആ ഗെയിം പൂർത്തിയാക്കി. ആ ഗെയിമിന്റെ ഇടയിലായിരുന്നു വീഴാൻ പോയ ഒനീൽ മസ്താനിയുടെ ദേഹത്ത് കൈ പിടിക്കുകയും അത് സ്വന്തം ദേഹത്ത് കയറി പിടിച്ചു എന്ന് പറഞ്ഞ് മസ്താനി ലക്ഷ്മി എടുത്ത് പറയുകയും ലക്ഷ്മി അത് വലിയ വിഷയമാക്കുകയും ചെയ്തു ബിഗ് ബോസ് വീട്ടിൽ. പക്ഷേ ഇന്നത്തെ ഹൈലൈറ്റിൽ ലാലേട്ടൻ അതിനെപ്പറ്റി ചർച്ച ചെയ്തില്ല. കാരണം അതൊരു മോശം കാര്യമാണ്, അതുകൊണ്ട് മാത്രം. പക്ഷേ ലക്ഷ്മി ചെയ്ത ഒരു കാര്യം, ഒരു വൈൽഡ് കാർഡായിട്ട് പുറത്തു നിന്ന് വന്നിട്ട് ലക്ഷ്മി ചെയ്ത ഒരു കാര്യം, ആദില നൂറ എന്ന് പറയുന്ന 2 ലെസ്ബിയൻ കപ്പിൾസിനെ അവർ അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത്, അത്രമാത്രം കഷ്ടപ്പെട്ട്, അവഗണന സഹിച്ച്, ഒരുപാട് സഹിച്ച് അവരൊരു വിജയത്തിലേക്ക് വരുന്ന ഈ മുഹൂർത്തത്തിൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം അവർക്കായി തുറന്നു കൊടുത്തപ്പോൾ അവരുടെ ജീവിതം മുന്നേറ്റേറാനായിട്ട് അവർക്കൊരു സഹായമാകുന്ന ഒരു ഷോ ആയിട്ട് മാറുമ്പോൾ അവരുടെ സമൂഹത്തിനെ മൊത്തത്തിനെയും കളിയാക്കിക്കൊണ്ട്, അവരെ വെറുപ്പിച്ചുകൊണ്ട് ലക്ഷ്മി നടത്തിയ പ്രസ്താവന വളരെ മോശം. വ്യക്തിപരമായ രീതിയിലും ഞാൻ പറയുന്നു, വളരെ മോശം. ആ ഒരു സമൂഹം അവരാരും അറിഞ്ഞുകൊണ്ടല്ല ആ ഒരു സമൂഹത്തിൽ അവർ ആ ഒരു രീതിയിലായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരങ്ങനെയുള്ളവരുണ്ട്. ഹോമോസെക്ഷുവലും ബൈസെക്ഷുവലും അതുപോലെ ലെസ്ബിയനും ഗേയും അങ്ങനെ ഒരുപാട്. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന ഷോ വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാണ് ഈ ഷോ നടത്തുന്നത്. ലാലേട്ടൻ അതുകൊണ്ട് തന്നെയാണ്, ലാലേട്ടൻ പേഴ്സണലിയും ഈ ഒരു സംഭവം വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അത്രമാത്രം ഈ ലക്ഷ്മിയെ വറുത്ത് കോരുന്നത്. ഇതിനകത്ത് ലക്ഷ്മിയെ പിടിച്ചു നിർത്തി ഓരോ കാര്യങ്ങളും എണീറ്റ് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ, ഇവിടെ നിങ്ങൾ പിന്നെ എന്ത് കണ്ടിട്ടാണോ, ഇതുപോലെ 2 പേര് ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. അതുപോലെ തന്നെ ലാലേട്ടൻ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റൻസിനെയും വഴക്ക് പറഞ്ഞു. ഇതുപോലൊരു കാര്യം കേട്ടിട്ട് നിങ്ങൾ ആരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഒരൊറ്റ മനുഷ്യൻ പ്രതികരിച്ചിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ആദിലയുടെ ആ ഒരു നോട്ടവും കൊണ്ടിരിക്കുന്ന ആ ഒരു സങ്കടകരമായ ആ ഒരു വിഷ്വൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയിരുന്നു. ഇത് ലാലേട്ടൻ അത്രമാത്രം ദേഷ്യം. ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം ലാലേട്ടൻ അതും മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിലാണ് ഇത്രമാത്രം കത്തിക്കേറിയത്. ലക്ഷ്മിക്ക് നല്ല ഒരു താക്കീതും ഒരു റെഡ് കാർഡും കൊടുത്തേ പറ്റൂ.
ലക്ഷ്മി മസ്താനി, ഈ രണ്ടു പേർ അവരുടെ കണ്ടന്റ് കൊടുക്കുന്നവരാണ്, അവർ ഗെയിം ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ വ്യക്തിപരമായ ക്യാരക്ടർ അത് ഒട്ടും ചേർന്നതല്ല ഈ സമൂഹത്തിന്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും വീണ്ടും ഇങ്ങനെയുള്ള ആളുകൾ വരാം. നമ്മൾ അവരെ കൂടെ നിർത്തി, ചേർത്ത് നിർത്തി അവരുടെ കൂടെ നിൽക്കണം. ലക്ഷ്മി പറഞ്ഞ ഒരു ഡയലോഗ്, സ്വന്തം മകൻ ഈ ഷോ കണ്ട് വഴിതെറ്റിപ്പോകും. അതൊരു മെസ്സേജാണ് ലക്ഷ്മി. ലക്ഷ്മി സ്വന്തം മകനായാലും മകളാണെങ്കിലും സ്വന്തം വീട്ടിലെ ആണെങ്കിലും കുടുംബത്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ജനിക്കുന്നത് അവരറിയാതെ അവരുടെ ഒരു അവരുടെ കുറ്റമല്ല അതൊന്നും. അപ്പോൾ സ്വന്തം മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ ആരാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള ആളുകളെയും കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് വളർത്തണം. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ലക്ഷ്മിയുടെ മകനെ ലക്ഷ്മി ഈ രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ നാളെ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ആ മകൻ എങ്ങനെ പ്രതികരിക്കും? അവരെ ആട്ടി മാറ്റി നിർത്തും, അവരെ വെറുക്കും. അങ്ങനെയാണോ ആ കുഞ്ഞിനെ വളർത്തേണ്ടത്? സമൂഹത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമായിട്ട് ആ കുഞ്ഞിനെ വളർത്തണം. പക്ഷെ ഈ രീതിയിലാണ് ലക്ഷ്മി വളർത്തുന്നതെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും നല്ലൊരു വ്യക്തിയാവില്ല, ഒരു കുലപുരുഷനായിട്ട് മാറത്തേ ഉള്ളൂ. ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈവൻ എനിക്ക് പോലും. ലക്ഷ്മി നല്ലൊരു ഗെയിമറാണ്, പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ലക്ഷ്മി മാപ്പ് പറയണം, ലക്ഷ്മി അതിന് പിന്നോട്ടും വലിക്കണം, എന്നിട്ട് നല്ലൊരു മാതൃകയാവണം. ഇപ്പോൾ ലക്ഷ്മി ഈ കാണിച്ച പ്രവൃത്തി ലക്ഷ്മിയുടെ കുടുംബത്തിലും നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും വെറുപ്പും മാത്രം സമ്പാദിക്കുന്ന ഒന്നായിരിക്കും. നാളെ ഇനി ലക്ഷ്മി ബിഗ് ബോസ് വീട് വിട്ട് ഇറങ്ങി സ്വന്തം നാട്ടിൽ ചെല്ലുമ്പോഴും ലക്ഷ്മിയുടെ മറ്റുള്ളവർ കാണുന്ന വ്യക്തിപരമായ കണ്ണുകൾ വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് ലക്ഷ്മി സ്വന്തം തെറ്റ് തിരുത്തട്ടെ. ലാലേട്ടൻ അത്രമാത്രം അതിൽ കത്തിക്കേറി ആ ഒരു എനർജി മൊത്തവും ഈ ഒരു വിഷയത്തിന് വേണ്ടി എടുത്തു. അത്ര ദേശത്തിൽ ലാലേട്ടൻ ആ എപ്പിസോഡിന്റെ ബ്രേക്കിലേക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് ലാലേട്ടൻ നമ്മുടെ ഒരു ഗെയിമാണ് അവർക്ക് കൊടുത്തത്. നമ്മളെല്ലാം സ്ഥിരം കാണിക്കുന്ന ഒരു ഗെയിമാണ്. നമ്മൾ ഒരുപാട് യൂട്യൂബിലല്ലാതെ കണ്ടിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ളതാണ്. ഒരു ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡാൻസോ കോക്കറിയെല്ലാം കാണിച്ചിട്ട് അത് ഒരുപാട് പേരെ നിരത്തി നിർത്തിയിട്ട് കാണിച്ചത് ഇങ്ങനെ അവസാനം വരെ എന്താകും എന്നുള്ള രീതിയിൽ കാണിക്കും. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ്. ഒരു കഥ പറയുക, ആ കഥ കേട്ടിട്ട് അത് അടുത്ത ആളോട് പറയുക, അങ്ങനെ പറഞ്ഞിട്ട് അവസാനത്തെ ആളിൽ വരുമ്പോൾ ആ കഥ എങ്ങനെയൊക്കെ മാറി എന്ന് കാണിക്കുന്ന ഒരു ഗെയിം. ഇതിനകത്ത് എന്താണ് കോമഡി എന്ന് പറഞ്ഞാൽ, നവീൻ ആ കഥയിൽ എവിടുന്നോ ഒരു കുഞ്ഞിനെ കൊണ്ട് കയറ്റി. ആ കുഞ്ഞൊക്കെ ഇപ്പം അറിയാലോ, അത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം അതാണ് പറയണത്. സത്യം ഈ ഗെയിമും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയണമെങ്കിൽ നേരിട്ട് പറയണം. ഇത് വളഞ്ഞ് വേറൊരാളോട് പറഞ്ഞു, അയാൾ വേറൊരാളോട് പറഞ്ഞു, അയാൾ വേറൊരാളോട് പറഞ്ഞു വരുമ്പോൾ അവസാനം അറ്റ് ദ എൻഡിൽ വരുമ്പോൾ ഇതിന്റെ കഥ തന്നെ മാറിപ്പോവും. അവസാനത്തെ ആള് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ആള് പറഞ്ഞ കാര്യം വേറെ രീതിയിലായിരിക്കും. ആടിനെ പട്ടിയാക്കുക എന്നിട്ടില്ലേ, അത് തന്നെ അവസ്ഥ. സോ ആരോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി പറയുക, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് നിന്നോട് ഇന്ന് പറയാനുണ്ട്. ഇത് ദേഷ്യത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും കളിച്ചാണെങ്കിലും ചിരിച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക. എങ്കിൽ പിന്നെ പകുതിയോളം പ്രശ്നങ്ങൾ ഇല്ലാതാവും. അങ്ങനെ ലാലേട്ടൻ ആ ഒരു ഗെയിം കഴിഞ്ഞു, കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, അനുമോളെ പിടിച്ചു. അനുമോളോട് കൃത്യമായിട്ടുള്ള കാര്യം ചോദിക്കുന്നു. അനുമോളെ, നീ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ഞാൻ കണ്ടന്റ് തരാം, ബിഗ് ബോസിന് വേണ്ടി പൈസ മേടിച്ചിട്ട് ഞാൻ വന്ന് കണ്ടന്റ് തരും, അതിനാണ് ഞാൻ പൈസ മേടിച്ചത്, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവൂ അനുമോളെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ അനുമോളുടെ ഗെയിമിനെ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. അനുമോൾ ഈ വട്ടം വഴക്ക് പറഞ്ഞില്ല ലാലേട്ടൻ, പക്ഷെ ഒന്ന് പോളിഷ് ചെയ്തു. കാര്യം ലാലേട്ടൻ അറിയാലോ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വെളിയിലുള്ളതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോളുടെ ആ ഒരു സപ്പോർട്ട്, കാര്യം അനുമോൾ ഇങ്ങനെ പറഞ്ഞാൽ അനുമോൾ ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അനുമോൾ ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ എന്ത് വിചാരിക്കും? ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞു വിട്ടേക്കാണ്, ഒരു കാശ് കൊടുത്ത് പറയണം നീ ഇങ്ങനെ പോയി കണ്ടന്റ് ഡെയിലി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. സോ അതിനെ ഒന്നും ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ അനുമോളുടെ അടുത്ത് പ്രത്യേകം ഈ കാര്യം പറഞ്ഞ് ചോദിച്ച് അതിനെ ക്ലിയർ ചെയ്തത്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു, എവിക്ഷൻ ഉണ്ട്, ഇന്നല്ല നാളെ. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 എല്ലാ ശനിയാഴ്ചയുമാണ് എവിക്ഷൻ നടന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ശനിയും ഞായറും നടന്നത്. പക്ഷെ ഈ വട്ടം അതുപോലെ നമുക്ക് ഇന്ന് ശനിയാഴ്ച എവിക്ഷൻ ഇല്ല, നാളെ ഉണ്ട് എവിക്ഷൻ. ഒന്നല്ല, 2 അതിലൊന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ രണ്ടാമത്തെ ആൾ നല്ല ആളല്ല. എല്ലാ കണ്ടന്റ്സും, പക്ഷെ ഈ 2 പേര് ഔട്ടായ 2 പേരും നല്ല കണ്ടന്റ് കൊടുത്തിരുന്ന ആളുകളാണ്. നല്ലതാകാം പന്നലാകാം, പോസിറ്റീവ് നെഗറ്റീവ് കണ്ടന്റ്സും കൊടുക്കുന്നുണ്ട്, 2 പേരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിലും മരവാഴകളായ കുറെ ആളുകൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് ഒരു കണ്ടന്റും കൊടുക്കാതെ ചുമ്മാ
പക്ഷെ നിങ്ങൾ പ്രേക്ഷകർ എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്, ഈ വർഷം അത് തന്നെയാണ് നമ്മൾ വിചാരിച്ചു. ഈ വട്ടം തുടക്കം തൊട്ടൊരു ടാഗ് ലൈനൊക്കെ നമ്മുടെ മോലാൽ വന്നിട്ട് വാഴകൾ മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ ഓരോ തവണയും ലാലേട്ടൻ അതിനാണ് എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഈ നോമിനേഷൻ ടൈമിലും അല്ലാതെയും വന്ന് പറയണത്, നിങ്ങൾ കളിക്കാത്ത ആൾക്കാരെ കൊണ്ടുവരൂ, അവരെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കൂ എന്ന്. അപ്പോഴും നമ്മൾ പ്രേക്ഷകർ വോട്ട് ചെയ്ത് അവിടെ നിൽക്കുന്ന മരവാഴകളായിട്ടുള്ള, ഒരു ഗെയിമും ഇല്ലാത്ത, അവിടെ ഗെയിം കളിക്കുകയേ ഇല്ലാത്ത ആളുകളെ നിർത്തിക്കൊണ്ട് കളിക്കുന്ന നല്ലതായിട്ട് കണ്ടന്റ് തരുന്ന ആൾക്കാരെ പുറത്താക്കും. നിങ്ങൾ ഇങ്ങനെ പുറത്താക്കിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നാളെ ഈ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് ഒരു ഓണമില്ല സെറ്റപ്പിലായി പോകും. കഴിഞ്ഞ ആഴ്ചത്തെ അപ്പാനി ശരത്താണെങ്കിലും ഈ ആഴ്ച ഈ രണ്ടുപേരും കണ്ടന്റ് കൊടുക്കുന്നവരാണ് കേട്ടാ. കഴിഞ്ഞ ആഴ്ചത്തെ ഓക്കെ ശൈത്യ ഇസ് ഫൈൻ, അവരുടെ പോകേണ്ടതാണ്, വലിയ കുഴപ്പം, വലിയ കണ്ടന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. രേണു സുധി ഓക്കെ ക്യാമറയെ പേടിച്ച് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കണ്ടന്റും കൊടുക്കാത്ത ഒരാളാണ്. സോ അവർ രണ്ടും ഒക്കെ. പക്ഷെ അപ്പാനി ശരത്ത് നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു കുറെ നാൾ, ഒരു 70-80 ദിവസമെങ്കിലും അവരെ കൊണ്ട് ഓടിക്കണം, നല്ല TRP റേറ്റ് അല്ലെങ്കിൽ നമുക്ക് കാണാനൊരു സുഖം തോന്നുള്ളൂ. ഈ രണ്ടുപേര് പുറത്തു തോന്നി, ഇവര് നല്ല കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നുള്ള. ഇതിനും കാര്യം നമുക്ക് സങ്കടം വന്ന് ഇവർ പുറത്താക്കണം. നിങ്ങളെ പ്രതിഷേധം കാര്യങ്ങളെല്ലാം ഇവരെ പുറത്താക്കണം. പക്ഷേ ഇതില് ഒരു കണ്ടന്റും തരാത്ത കുറെ എണ്ണം ഉണ്ടെന്നേ അതിനകത്ത്. സാബുമോനൊക്കെ എന്താണ് അതിനകത്ത് ചെയ്യുന്നത്? ഒരു കണ്ടന്റും ഇല്ല അവനൊക്കെ. ചുമ്മാ വരുന്നു, ചിരിച്ച് ഇഴിച്ച് കാണിച്ചു പോകുന്നു. അവന്റെ ഒരു ക്യാരക്ടർ നമ്മൾ കാണുന്നതാണ്. ഒന്നുമില്ല അതിനകത്ത് അവന്റെ കണ്ടന്റ്. വീണ്ടും ഉണ്ട് കുറെ പേര് കണ്ടന്റ് ഇല്ലാത്തവർ, അവരെ നിങ്ങൾ പുറത്താക്കുന്നേ. കണ്ടന്റ് കൊടുക്കുന്നവരെ നിൽക്കും. ഓക്കെ, നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ, നാളെ ബിഗ് ബോസ് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കണ്ടന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ആ ലക്ഷ്മിയുടെ ആ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരിക്കുന്ന വീക്കെൻഡിൽ ഓക്കെ ഇതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യും, ലാലേട്ടൻ ഫയർ ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇനി അടുത്ത ആഴ്ച വേണ്ടേ? അടുത്ത ആഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്നവരെ പുറത്താക്കിയാൽ നിങ്ങൾക്ക് കിട്ടൂ. കണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാരെ പറഞ്ഞുവിട്. ഓക്കെ, സോ നാളെ എവിക്ഷൻ ഉണ്ട് 2 പേർ. ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ട് നാളെ വരാം.